പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും പ്രതികരണം ഞാൻ നേരിട്ട് കേൾക്കുകയുണ്ടായി. KPCC പ്രസിഡന്റ് പറഞ്ഞത്, ഞങ്ങൾ പാർട്ടിയിൽ എല്ലാവരുമായി കൂടിയാലോചിച്ച് പൊതുവായി ഏകകണ്ഠേന എടുത്ത തീരുമാനമാണ് ഇത് എന്നാണ്. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം, പാർട്ടിക്കുള്ളിൽ ഇതുവരെ യാതൊരു പരാതിയും കിട്ടിയിട്ടില്ല, യാതൊരു വിധത്തിലുള്ള കേസുമില്ല, അതുകൊണ്ട് ഇപ്പോൾ എടുത്ത നടപടിയാണ് ഏറ്റവും ഉചിതം എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ബസ്സിൽ വെച്ച് സ്ത്രീകളോട് അപമര്യാദയായി ഭീകരമായി പെരുമാറിയ ഒരു ലൈംഗിക ഭീകരൻ, ലൈംഗിക രോഗി, അയാളെ ബസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് കണ്ടക്ടർ പറയുകയാണെന്നിരിക്കട്ടെ, അയാളെ ഞാൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയല്ലോ, ഇപ്പൊ അയാൾക്ക് ബസ്സിൽ ഇരിപ്പിടമില്ലല്ലോ, ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ്? അതിന്റെ ആവശ്യമില്ല. ഈ രീതിയിലുള്ള മുടന്തൻ ന്യായമാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. സത്യത്തിൽ അങ്ങനെയുള്ള ഒരാളെ ബസ്സിൽ നിന്ന് ഇറക്കി വിടണം, പാർട്ടിയിൽ നിന്ന് മാത്രമല്ല അസംബ്ലിയിൽ നിന്ന് ഇറക്കി വിടണം. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വാചകങ്ങളോടും ആശയങ്ങളോടും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അതായത് സ്ത്രീ സംരക്ഷണത്തിനും ധാർമ്മികതയ്ക്കും മര്യാദയ്ക്കും മാന്യതയ്ക്കും ഒക്കെ ഏതെങ്കിലും വില കൽപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി ചെയ്യേണ്ടത് MLA സ്ഥാനം രാജിവെപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ MLA സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. ഈ പാർട്ടിക്കുള്ളിൽ സ്ത്രീകളില്ലേ? സ്ത്രീ നേതാക്കളില്ലേ? ഇവിടെ ധാർമ്മികതയില്ലേ? ഇവിടെ ഇത്തരം കാര്യങ്ങളോട് ഇവർ നടത്തിയ പ്രതികരണങ്ങളിൽ തരിമ്പെങ്കിലും ആത്മാർത്ഥതയില്ലേ എന്ന് ചോദിക്കാൻ തോന്നിപ്പോവുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ സർവനാശമായിരിക്കും, ആ മുന്നണിയുടെ നാശമായിരിക്കും ഇത്തരം മണ്ടൻ തീരുമാനങ്ങളിലൂടെ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്നത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത് സാംസ്കാരിക കേരളത്തോടുള്ള വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം MLA ആയിട്ട് പാലക്കാട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അത് പാർട്ടിയുടെ പിന്തുണ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇതാ പാർട്ടി തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് എന്ത് വിലയാണ് ആ MLA സ്ഥാനത്തിനുള്ളത്? അത് അദ്ദേഹത്തിന് ഒരു ധാർമ്മികതയുടെ പുറത്തെങ്കിലും അത് രാജിവെക്കേണ്ടത് അനിവാര്യമല്ലേ? അല്ല, രാഹുലിന് ധാർമ്മികതയുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഡിക്ഷണറികളിൽ വാക്കുകളുമില്ല. ഞാൻ പറയുന്നത് ഒരു ലൈംഗിക ഭീകരനാണ്. ഇത് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എത്രയോ പേര് മുന്നോട്ട് വന്ന് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ ധാർമ്മികത എന്ന് പറയുന്നത് ഏറ്റെടുക്കാനുള്ള ഒരു അവസ്ഥ ഇദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞാൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്ന് പറഞ്ഞാൽ, അദ്ദേഹം മാനം, മര്യാദ, മനുഷ്യത്വം, ധാർമ്മികത, നീതി, സത്യം ഇതിനൊന്നും വില കൽപ്പിക്കാത്ത വളരെ വിചിത്രമായിട്ടുള്ള ഒരു ജന്മമാണ്. മനുഷ്യ ജന്മം എന്ന് പോലും പറയാൻ കഴിയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.